ഹലോ ഗായ്സ്, ഇന്ന് നമ്മുടെ സ്കൂളിൽ നിന്ന് ഫുഡ് ഫെസ്റ്റ് നടക്കുന്നു. ഫുഡ് ഫെസ്റ്റിന് വേണ്ടിയിട്ട് പണികളൊക്കെ ഇനി ചെയ്യാറുണ്ട്. ഫുഡ് ഫെസ്റ്റാണ്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ പാരൻസിന് ഐസ്ക്രീം കൊണ്ടുവരാം, സ്നാക്സ് കൊണ്ടുവരാം, ജ്യൂസ് കൊണ്ടുവരാം, ബിരിയാണി കൊണ്ടുതരാം, ഫ്രൈഡ് റൈസ് കൊണ്ടുവരാം. ഇതെല്ലാം നമ്മൾ വിറ്റതിന് ശേഷം, അതായത് പാരൻസിന് തന്നെ ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിക്കാം. എന്നിട്ട് നമ്മൾ ആ പൈസ ചാരിറ്റി കൊടുക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം ബാക്കി വീഡിയോസ് നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ടിറങ്ങി സ്കൂളിൻ്റെ ആർച്ച് കണക്കാ ബലൂണുകളെല്ലാം ഞങ്ങൾ തലേ ദിവസം പെരുപ്പിച്ച് ഒരു ഓസ് കണക്കത്തെ സംഭവത്തിനകത്ത് കെട്ടി വെച്ച് അത് കറക്റ്റ് ചെയ്തെടുക്കുകയാണ്. ഗൈസ്, ഇത് നമ്മളുണ്ടാക്കി നമ്മളെ കഷ്ടപ്പെട്ട് ചെയ്ത ബലൂണാണ് ഇതൊക്കെ. ബുദ്ധി ടീച്ചറിനത് ഇല്ലേ ടീച്ചർ? കഷ്ടപ്പെട്ട് ഐഡിയ പറഞ്ഞു കൊടുത്ത ഒരാള് ഞാൻ ബലൂണിനെ പെരുപ്പിച്ചു കൊടുത്തു ഗൈസ്. പിന്നെ അതിനിടയിൽ ഞങ്ങൾക്ക് ഈ ബിരിയാണി തികയൂലേ എന്നൊരു ഡൗട്ട് കാരണം പിന്നെ ഞങ്ങൾ സ്കൂളിലും ബിരിയാണി വെക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി ചിക്കൻ കടയിൽ പോയി ചിക്കൻ വാങ്ങാൻ നിൽക്കുകയാണ്. ഇത് നമ്മുടെ സ്കൂള് അലങ്കരിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ലാസ്റ്റ് എല്ലാ മക്കളുടെ അമ്മമാരവിടെ ബിരിയാണിയും ഫ്രൈഡ് റൈസും എല്ലാം കൊണ്ടുവന്ന്, ഫ്രൂട്ട്സ് കൊണ്ടുവന്ന്, ഐസ്ക്രീം കൊണ്ടുവന്ന്, ജ്യൂസ് ആരും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. എന്താണോ എന്തോ കാലിയായിരുന്നു. സ്നാക്സ് എല്ലാം കൊണ്ടുവന്നു. സെയിൽ ചെയ്തതെല്ലാം നമ്മൾ പാരിപ്പള്ളി വൃദ്ധസദനത്തിന് കൊടുക്കുകയാണ്. നമുക്ക് ചെറിയ ഒരു എമൗണ്ട് വെള്ളം തരും. നമുക്ക് പറ്റുന്നത്, നമുക്ക് അല്ലാതെ നമ്മളാരും ഒന്നും കൊണ്ട് കൊടുക്കുന്നില്ല, അത് കൊടുക്കുന്നില്ല. അപ്പം ഇത് അവർക്കൊരു നമ്മളൊരു സേവനം, ചെറിയൊരു സേവനം. നമ്മൾ ഈ സെയിൽ ചെയ്യുന്ന ഓരോ സാധനവും നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അമ്മമാർ തന്നെ വാങ്ങിച്ച് നമുക്ക് പൈസ തന്ന് സഹായിച്ച് അവർ തന്നെയാണ് ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. നമ്മൾ സ്കൂളിലും ഉണ്ടാക്കി. എന്നാൽ പോലും ഇതെല്ലാം നമ്മൾ സെയിൽ ചെയ്ത് ഇതിൻ്റെ ഫണ്ട് നമ്മൾ ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുകൊടുത്തത്. ഏറ്റവും നല്ലൊരു കാര്യമാണ് നമ്മുടെ രേഖ മാം ചെയ്തത്. ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത്. ഞങ്ങളും ഒക്കെ വാങ്ങിച്ച് വീട്ടിലേക്കായാലും എല്ലാം വാങ്ങിച്ച് ഫണ്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങൾ ലാസ്റ്റ് എല്ലാവരും കൂടെ സെൽഫിയും ഫോട്ടോയും എല്ലാം ഒക്കെ എടുത്ത്, അല്ലാതെ ഇത് നമ്മൾ റോഡ് സൈഡിൽ വിൽക്കാൻ വേണ്ടി നിൽക്കണേ ഉണ്ടോ. ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം വിറ്റ് തീർക്കണമല്ലോ. ആ പൈസയിൽ നമുക്ക് ചാരിറ്റിക്ക് കൊണ്ട് കൊടുക്കേണ്ടത്. അപ്പം അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് 3:30 മണിയായപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലോട്ട്. ഇതാണ് ഗൈസ് നമ്മുടെ വാഴത്തോട്ടം. നമ്മുടെ വാഴത്തോട്ടമല്ല, നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലെ ആൻറ്റിയുടെ വാഴത്തോട്ടം. ഓ വരുന്ന മുത്തശ്ശി വന്നല്ലേ. അമ്മാമ്മ അവിടെ മെഴുകുതിരി ഉണ്ടാ? തോനെയുണ്ടാ? എനിക്കും വേണം. അമ്മാമ്മയുടെ കയ്യിൽ അവിടെ മെഴുകുതിരി കൊണ്ടുവന്ന് തട്ടി ഇട്ടേക്കുന്ന കച്ചവടം നന്നായിട്ട് നടക്കുന്നുണ്ട് എൻ്റെ മോനെ കാരണം. എല്ലാം നശിപ്പിക്കും കടയിൽ പോയി. ആ ആ പേടിച്ചു പോയി. അവിടെ എല്ലാം അഴുക്കടാ, ചവറ മീൻ കിടക്കുന്നു. വല്ല പാമ്പും കിടന്നാ നീ അറിയോ? അതാണ് നിന്നെ കൊണ്ടുപോകാൻ ഞാൻ അവിടെ ചെയ്യുന്ന. നിനക്ക് വന്നേ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ വാഴത്തട ഒരുവിധം റെഡി ആയിട്ടുണ്ട് ഗൈസ്. എപ്പോഴും ഗൈസ് നേറി വരും. എന്താണോ എന്തോ ഇതൊരു തരം രോഗമായി മാറിയിരിക്കുകയാണ് ഇപ്പം. എല്ലാത്തിനും കയറി വരുന്നു. ലുക്കായിഷ്ടമാണ് നോക്കിയാണ് നോക്ക്. വീഡിയോയ്ക്ക് ഒന്നിനും മുഖം തരത്തില്ല. വീഡിയോയ്ക്ക് ഒന്നിനും ഒരു ഫോട്ടോയ്ക്ക് പോലും എനിക്ക് മുഖം തരത്തില്ല. എന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ട്. അത് ഒരു ഇഷ്ടമൊക്കെയാണ് വീഡിയോ ചെയ്യുന്നത്. പക്ഷേ വിഷ്ണുവണ്ണൻ അത് വരരുത്, അത്രയേ ഉള്ളൂ. ഇല്ലേ വിഷ്ണുവണ്ണ? ഇല്ലേ? ഭയങ്കര സപ്പോർട്ടാണ്. ഇനി വീഡിയോ ചെയ്യുന്നു പറയും. പക്ഷേ വിഷ്ണുവണ്ണ അയലത്തൊന്നും വരരുത്. ഹലോ സാർ, ഈ ലോകത്തൊക്കെ ഉള്ളവരാണ് നമ്മളും. സാർ, ഈ സാറിന് എനിക്ക് മാത്രമേ അറിയാവുള്ളൂ ഒറിജിനൽ സ്വഭാവം. ഈ ഫോണിൽ കാണുന്ന കണക്കേ അല്ല ഗൈസ്. ഈ അങ്ങനെയും അല്ല, ഡീസൻ്റ് ഒന്നും അല്ല. പോണ്. ഇനി ആ വാഴത്തടയിൽ വെക്കാൻ വേണ്ടി ഓലയ്ക്ക് വേണ്ടിയിട്ടാണ് വിഷ്ണുവണ്ണ നോക്കുന്നത്. ഓല കിട്ടുമെന്ന്. സത്യം പറഞ്ഞാൽ തൊണ്ട പോയി ഗൈസ്. സ്കൂളിൽ കിടന്ന് അലച്ചലച്ച് തൊണ്ടയൊക്കെ പോയി. വേറെ സൗണ്ടൊക്കെ ഇതൊന്നും അല്ലായിരുന്നു സത്യത്തിലുള്ള ഞാൻ എൻ്റെ സൗണ്ട്. പോണേ, നോക്കി പോണേ. വീഡിയോ എടുത്ത് ഞാൻ പറഞ്ഞ ഞാൻ വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞപ്പോ അവന് അത് വയ്യ. ഇതൊക്കെ പറ്റും.
അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് ലാസ്റ്റ് നമ്മുടെ വിളക്കൊരുക്കലും കാര്യമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അങ്ങനെ പിന്നെ വീടിന് ചുറ്റും മെഴുകുതിരിയൊക്കെ കത്തിക്കാനായിട്ടുള്ള ഒരുക്കങ്ങളും കത്തിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ അങ്ങ് പോയി. പിന്നെ അപ്പോൾ ഇതൊക്കെ ഇരുന്നത് നമ്മുടെ ഒരു ദിവസം എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ തൊണ്ട ഫുള്ള് പോയിരിക്കുകയാണ്, എൻ്റെ സൗണ്ട് ഫുള്ള് മാറിയിരിക്കുകയാണ് ഗൈസ്. സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. ഇതെല്ലാം കൂടെ വീഡിയോ ഇടണമെന്ന് നേരത്തെ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ ഭാഗ്യത്തിന് എങ്ങനെയൊക്കെയോ ഒപ്പിക്കാൻ പറ്റി. സത്യം പറഞ്ഞാൽ സംസാരിക്കാൻ ഒട്ടും വയ്യായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച എന്തായാലും ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ പോവയില്ല, അങ്ങ് എടുക്കാം എന്ന് വിചാരിച്ചില്ല. അത് പ്രത്യേകിച്ചൊന്നുമില്ല. സ്വാമിനി സ്വാമിയെ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം എൻ്റെ വിശേഷങ്ങൾ ഇവിടെ കഴിയുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും നല്ല വീഡിയോസായിട്ട് കാണാം. ബായ്.